കീമിൽ പുതിയ റാങ്ക് ലിസ്റ്റ് പുറത്തുവിട്ടതിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കേരള സിലബസിലെ വിദ്യാർത്ഥികൾ. നിയമം മറ്റുള്ളവർക്ക് ദോഷമാണെന്ന് കാണുമ്പോൾ ആ നിയമം മാറ്റണം. കോടതിയിൽ പോകുമ്പോൾ സംസ്ഥാന സർക്കാർ അതിന് പിന്തുണ നൽകണം. നിലവിലെ കീമിലെ ഘടന കേരള സിലബസിലെ കുട്ടികൾക്കെതിരാണ്. പുതുക്കിയ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ പിന്നോട്ടു പോയതിൽ മനോവിഷമം ഉണ്ടായെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ഞങ്ങൾ വാങ്ങണ ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. അത് ഓൾറെഡി പരീക്ഷ ടഫാക്കിയിരുന്നു. എന്നിട്ടും ഞങ്ങളുടെ മാർക്കുകൾ വെട്ടിക്കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. നമ്മൾ നിയമം ഉണ്ടാക്കി, അത് ഒരു കളിയിൽ മറ്റൊരാൾക്ക് ദോഷമായിട്ടാണ് ബാധിക്കുകയാണെങ്കിൽ ആ നിയമം മാറ്റേണ്ടതാണ്. അത് സിറ്റുവേഷൻ നോക്കേണ്ട കാര്യമില്ല. അല്ലാതെ നമ്മൾ നിയമം ഉണ്ടാക്കി ഫെബ്രുവരിയിൽ പ്രോസ്പെക്ടസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അതിനൊരിക്കലും ബാധിക്കരുത്. ഇതിപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം, ഞങ്ങൾക്ക് സുപ്രീം കോടതിയിലേക്ക് ഞങ്ങൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്, അതിനുള്ള ഒരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനു പഠിക്കണം? കേരള സിലബസ് പഠിക്കുന്നത് പിന്നെ എന്തിനാ? CBSE മാത്രം കൊടുത്താൽ പോരെ? ഞങ്ങൾ വെറുതെ പൂജ കാണാനിരിക്കുകയാണ് അവിടെ. സഫാൻ വിവരങ്ങൾ നൽകും. സഫാൻ, കേരള സിലബസിൽ ഉള്ള വിദ്യാർത്ഥികൾ നിയമ പോരാട്ടത്തിന് തന്നെ തയ്യാറെടുക്കുകയാണ്. കാരണം അതിലൊരു ഘടന അവർക്ക് അനുകൂലമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി അപ്പോൾ അത്തരം നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് വിദ്യാർത്ഥികൾ നൽകുന്നത്. ജിൽസി, ഈ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അന്ന് മന്ത്രി പറഞ്ഞത്, ഈ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ, അവർ റാങ്കിൽ നിന്ന് പിന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവർക്ക് കോടതിയെ സമീപിക്കാം എന്നുള്ള കാര്യം മന്ത്രി അന്ന് തന്നെ പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാൻ, സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കേരള സിലബസിലെ കുട്ടികൾ. നമുക്കറിയാം, ഈ പുതുക്കിയ റാങ്ക് ലിസ്റ്റ് വന്നതിന് പ്രകാരം കേരള സിലബസിലെ കുട്ടികൾ ഒരുപാട് പിന്നോട്ട് പോയിരുന്നു. നിലവിലുള്ള രീതി, ഈ കീം പ്രകാരം നിലവിലുള്ള രീതി തങ്ങൾക്ക് അനീതിപരമായിട്ടാണെന്നാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. ഈ ആദ്യം ഒരു റാങ്ക് ലിസ്റ്റ് പുറത്തുവിട്ടു. ആ റാങ്ക് ലിസ്റ്റിൽ തങ്ങൾക്ക് അനുകൂലമായിട്ടായിരുന്നു തീരുമാനം. പിന്നീട് കോടതി നടപടികൾക്ക് പിന്നാലെ പുതിയൊരു റാങ്ക് ലിസ്റ്റ് പുറത്തുവിട്ടപ്പോൾ അത് തങ്ങൾക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ഈ വിഷയത്തിൽ ഈ തങ്ങളുടെ കൺസേൺ കണ്ട് ഇത്തരമൊരു നടപടി ഉണ്ടായ സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടത്തിന് പോകുമെന്നാണ് ഈ വർഷമടക്കം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. വിഷയത്തിൽ സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണ, സർക്കാർ ഈ വിഷയത്തിൽ ഒരു സദുദ്ദേശപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ശ്രമിച്ചു. ആ രീതി എന്ന് പറയുന്നത് അതായിരുന്നു നീതിയുക്തമായ രീതി. നിലവിലുള്ള 1:1 എന്ന രീതി തങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നോട്ടുള്ള ഒരു, തങ്ങൾക്ക് അനുകൂലമല്ലാത്ത രീതിയാണ്. ആ രീതിക്കെതിരെ ശരി സഫാൻ, എന്തായാലും നിയമ പോരാട്ടത്തിന് കൂടെ കേരള സിലബസിലുള്ള വിദ്യാർത്ഥികൾ തയ്യാറെടുക്കുന്നു. ഇനി തിരുവനന്തപുരത്തേക്കാണ് വളരെ പെട്ടെന്ന്